ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് സജി നന്ദ്യാട്ട്. സാന്ദ്ര തോമസിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ സിനിമാ സംഘടനകളുമായി തർക്കത്തിലായിരുന്നു. ഫിലിം ചേംബർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്നുവെന്നും അതിനെതിരെ ഒരു വിഭാഗം പ്രവർത്തിച്ചുവെന്നും സജി നന്ദ്യാട്ട് 24 പറഞ്ഞു. കേരള ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി അല്ല, ഞാൻ ഇപ്പോഴേ രാജിവെച്ചു. അരമണിക്കൂറായിരുന്നു. കാരണം ഫിലിം ചേംബർ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് ചേംബറിൽ മെമ്പർ ആയിട്ടുള്ളവർക്കാണ് പ്രസിഡന്റ് സ്ഥാനം. അപ്പൊ ഞാനാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് വരേണ്ടത്. അപ്പൊ അതിൽ പ്രസിഡന്റ് ആയി ഞാൻ മത്സരിക്കാതിരിക്കാൻ വേണ്ടി എന്റെ അംഗത്വം അയോഗ്യമാക്കാൻ വേണ്ടി അയോഗ്യത ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ ഒരു ഗൂഢസംഘം പ്രവർത്തിച്ചു. അങ്ങനെ എന്റെ ഡിസ്ട്രിബ്യൂട്ടറിലുള്ള അംഗത്തെ ഇന്ന് റദ്ദ് ചെയ്തു. ആര്? കമ്മിറ്റി. ബൈലോയ്ക്കകത്ത് ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് ആ ബൈലോ പ്രകാരം സാന്ദ്ര തോമസ് എലിജിബിളാണ് ഞാൻ പറഞ്ഞത്. ബാക്കി എനിക്കറിയില്ല. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അഭിനന്ദ്, സജി നന്ദ്യാട്ട് മടങ്ങി, എന്താ കാരണം? ഈ മാസം 27-നാണ് ഫിലിം ചേംബറിലെ ഭാരവാഹി തിരഞ്ഞെടുപ്പ്. ഭാരവാഹി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള യോഗമായിരുന്നു ഇന്ന് ഫിലിം ചേംബർ ഓഫീസിൽ നടന്നത്. അതിനകത്ത് പ്രധാനമായും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ആയിരുന്നു ഇത്തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ഒരു ഇതുള്ളത്. കാരണം കഴിഞ്ഞ തവണ അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ അംഗമാണ് ഫിലിം ചേംബർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കും. ഇത്തവണ എങ്ങനെയാണെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനിലെ അംഗമായിരിക്കണം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ സജി നന്ദ്യാട്ടായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടത്. ആ കാര്യം മുന്നോട്ട് വെച്ചപ്പോൾ തനിക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി മറ്റൊരു വിഭാഗം പുറത്തു വരുന്നു. മറ്റൊരു വിഭാഗം രംഗത്തെത്തുന്നു. അങ്ങനെ അദ്ദേഹത്തിനെതിരെ കൂട്ടശ്രമം നടക്കുന്നതായി അറിയുന്നു. ഈ ഭൂമി ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട ഫിലിം ചേംബറിലെ നേരത്തെ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നത്തെ തുടർന്ന് തന്നെ താനുമായിട്ട് സിനിമാ സംഘടനകൾ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് സജി നന്ദ്യാട്ട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ സാന്ദ്ര തോമസ് നാമനിർദ്ദേശ പത്രിക തള്ളുന്നു. അങ്ങനെ സാന്ദ്ര തോമസിന്റെ പിന്തുണയുമായി മറ്റുള്ള നിർമ്മാതാക്കളെല്ലാം സാന്ദ്ര തോമസിനെ എതിർത്ത് നിന്ന സമയത്ത് പിന്തുണയുമായി എത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു സജി നന്ദ്യാട്ട്. അങ്ങനെ സാന്ദ്ര തോമസിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തർക്കം കൂടുതൽ വഷളാകുന്ന സാഹചര്യത്തിലേക്ക് പോയി. അങ്ങനെയാണ് ഇപ്പോൾ ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നതും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ അംഗത്വം റദ്ദാക്കി എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും സജി നന്ദ്യാട്ട് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഈ മാസം 14-നാണ്. നിർമ്മാതാക്കളുടെ സംഘടന ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് സജി നന്ദ്യാട്ട്. ആ സജി നന്ദ്യാട്ടിനെ ഒതുക്കാനായിട്ട് പലതരത്തിലുള്ള ശ്രമവും നടക്കുന്നുണ്ടെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ സജി നന്ദ്യാട്ട് തന്നെ ശരിവെക്കുകയാണ്. തനിക്കെതിരെ ഗൂഢമായ ശ്രമം കാലമായി ഇവിടെ നടക്കുന്നുണ്ട്. സിനിമാ കോൺക്ലേവിലടക്കം തനിക്ക് വേണ്ടുന്ന പരിഗണന ലഭിച്ചില്ല എന്നതടക്കം ഉള്ള പരാതികൾ നേരത്തെ തന്നെ സജി നന്ദ്യാട്ട് വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സജി നന്ദ്യാട്ട് രാജിവെച്ചതായി അറിയിച്ചിരിക്കുന്നത്.